നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPIM രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങി. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ കേരളത്തിലേക്ക് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ജില്ലകളിൽ തുടരും. S. രാമചന്ദ്രൻ പിള്ള പാർട്ടി സെൻട്രലിൽ തുടരും. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാ മുന്നണികളും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. CPIMും രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? CPIM അവരുടെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ LDF കൺവീനറായും ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയും ഉണ്ടായിരുന്ന A. വിജയരാഘവനെ വീണ്ടും കേരളത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. അതേസമയം A. വിജയരാഘവൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. അതേസമയം പാർട്ടിയുടെ മുതിർന്ന നേതാവും പ്രായം അതിക്രമിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പാർട്ടിയിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗമല്ലാത്തതുമായ S. രാമചന്ദ്രൻ പിള്ള പാർട്ടി സെൻട്രലിൽ തന്നെ തുടരും. നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പാർട്ടി സെൻട്രലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് മുതിർന്ന നേതാക്കന്മാരെ കൃത്യമായും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. A. വിജയരാഘവനും ഒപ്പം പാർട്ടിയുടെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗവും അതുകൂടാതെ മുതിർന്ന നേതാവുമായ S. രാമചന്ദ്രൻ പിള്ളയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം സംഘടനാപരമായി ജില്ലകളിലെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അതത് ജില്ലകളിൽ തുടരണം എന്ന നിർദ്ദേശമാണ് ദേശീയ സെക്രട്ടറിയും ഒപ്പം പോളിറ്റ് ബ്യൂറോയും നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അതത് ജില്ലകളിൽ തന്നെ ഉണ്ടാവും. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒപ്പം ഈ സമീപകാലത്തുള്ള രാഷ്ട്രീയപരമായ വിശദീകരണങ്ങളൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് വിവിധ യോഗങ്ങൾ പങ്കെടുപ്പിച്ച് അത് വിശദീകരിക്കുന്ന പരിപാടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ചും MM മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, G. സുധാകരൻ, അങ്ങനെ തുടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാർക്ക് ചില ജില്ലകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചുമതലകൾ നൽകിയിട്ടുണ്ട്. അവർ ആ ജില്ലകളൊക്കെ സന്ദർശിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തും. ഇങ്ങനെ സംസ്ഥാന തലത്തിൽ വലിയ ഒരു നീക്കം നടത്താൻ തന്നെയാണ് CPIMൻ്റെ നീക്കം. അതായത് മുതിർന്ന നേതാക്കന്മാർ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. മാത്രവുമല്ല, മൂന്നാം വട്ടവും LDF എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പൂർണ്ണ സമയവും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകണം എന്ന നിർദ്ദേശം കർശനമായി പോളിറ്റ് ബ്യൂറോ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MLAമാരും മന്ത്രിമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മന്ത്രിമാർക്ക് മണ്ഡലത്തിലും ജില്ലകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. MLAമാർ അതത് മണ്ഡലങ്ങളിൽ തന്നെ ഉണ്ടാകണം. വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളുമായി സംവാദങ്ങളിൽ ഏർപ്പെടണം. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു നീക്കം ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നൊരു നിർദ്ദേശവും പാർട്ടി പോളിറ്റ് ബ്യൂറോ വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വൈകും. കാരണം മേഖലാ ജാഥകൾ സമാപിച്ചതിന് ശേഷം UDF യോഗം ചേരേണ്ടതായിട്ടുണ്ട്. UDF യോഗം ചേർന്നതിന് ശേഷം ഈ സീറ്റുകൾ, അതായത് ഘടകകക്ഷികൾക്കുള്ള സീറ്റുകൾ തമ്മിലുള്ള ചർച്ചകളുണ്ട്. ചില സീറ്റുകൾ വച്ചുമാറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും പാർട്ടിയിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക, ചർച്ചയിലേക്ക് കടക്കുക. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കൂടുതൽ ദിവസങ്ങളൊന്നും തന്നെ വേണ്ട എന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ വേഗത്തിൽ നടക്കും. അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഒട്ടുമിക്ക MLAമാരും ഇപ്രാവശ്യവും മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ജനസമ്മതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും MLAമാർ മത്സരിക്കണമോ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നിലവിൽ എന്തായാലും A. വിജയരാഘവൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം AK സെൻറ്റർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കും. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംസ്ഥാനത്തെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ചുമതല അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും. ഇതുകൂടാതെയാണ് ഈ മുതിർന്ന നേതാക്കന്മാർക്ക് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട CPIM രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ കേരളത്തിലേക്ക് എത്തും. ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ജില്ലകളിൽ തുടരും. S. രാമചന്ദ്രൻ പിള്ള പാർട്ടി സെൻട്രലിൽ തുടരും. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.